ഹായ് സ്റ്റുഡൻസ്, എവർക്കും ഒരിക്കൽ കൂടി പാരാമെട്രിക് ഡിഫറൻസിയേഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പാരാമെട്രിക് ഡിഫറൻസിയേഷനിൽ കഴിഞ്ഞ ദിവസം ചെയ്തതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ 8 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ഇന്ന് നമ്മൾ 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ക്ലാസ് കൂടുന്നവരോട് ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ, നമ്മൾ ഈ ക്ലാസ്സുകൾ കാണുമ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇതിപ്പോൾ നമ്മുടെ പാർട്ട് 1, 2, 3, 4 അങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടിന്യൂഷൻ ആയിട്ട് പോകുന്നത് കൊണ്ട് ഇതിന് മുൻപുള്ള എല്ലാ ക്ലാസ്സുകളും കണ്ടതിന് ശേഷം മാത്രമേ ഉള്ളൂ ഈ ക്ലാസ് കാണാവുള്ളൂ. ഈ ക്ലാസ് കൂടിയാൽ മനസ്സിലാകണമെന്നുണ്ടെങ്കിലും ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളുടെ എല്ലാം ഒരു കണ്ടന്റ് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളും കൂടി ഏതെങ്കിലും ക്ലാസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഓർഡറിൽ കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നോട്ട്ബുക്ക് എടുത്ത് വെച്ച് എഴുതി പോവുക, ഫോമുലകൾ കൃത്യമായിട്ട് പഠിച്ചു പോരുക. ഇങ്ങനെ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് നന്നായിട്ട് ഈ ഭാഗങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 9ാമത്തെ ക്വസ്റ്റ്യന് ഇത് എഴുതിക്കോളൂ. ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് ക്യൂബ് തീറ്റ, x is equal to a cos cube theta and y is equal to a sin cube theta, y is equal to a sin cube theta, then find dy by dx. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 3 കൂടെ ഉണ്ട്. hence find square root of, hence find the value of square root of 1 plus dy by dx the whole square. Okay, hence find value of dy by dx whole square. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്ന മെത്തേഡിനൊന്നും മാറ്റമില്ല. ഇവിടെ നമുക്ക് ആദ്യം dx by d തീറ്റ കണ്ടുപിടിക്കാം. dx by d തീറ്റ എന്ന് പറഞ്ഞാൽ a is a constant ആണല്ലോ. അപ്പോൾ കോസ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 3 cos സ്ക്വയർ അല്ലേ മക്കളെ? 3 cos സ്ക്വയർ തീറ്റ ഇൻറ്റു ക്യൂബിൻ്റെ ആയിരുന്നു. ഈ കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താ? യെസ് പറഞ്ഞോളൂ. Yes, it is minus sin theta. Okay. ഇനി dy by d theta ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാം. a കോൺസ്റ്റന്റ് ആണ്. സൈൻ ക്യൂബിൻ്റെ 3 sin സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ തീറ്റയുടെ ഇപ്പോൾ ക്യൂബിൻ്റെ ആയി. ഇനി സൈൻ്റെ വേണം. സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് തീറ്റയാണ്. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു തീറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് വേണ്ടത് dy by dx ആണ്. സോ വാട്ട് ഈസ് dy by dx? dy by dx is equal to, formula is dy by d theta divided by dx by d theta. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇത് ഞാൻ എഴുതുമ്പോൾ 3 ആദ്യം ഒന്ന് എഴുതുവാണ്, കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട്. 3a സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഡിവൈഡഡ് ബൈ, ഇവിടെ നമുക്കൊരു മൈനസ് ഉണ്ട്. സോ മൈനസ് 3a cos സ്ക്വയർ തീറ്റ സൈൻ തീറ്റ. ഓക്കെ, 3a ക്യാൻസൽ ആവാം. പിന്നെ നമുക്ക് ഒരു സൈൻ തീറ്റയും ഒരു കോസ് തീറ്റയും ക്യാൻസൽ ആക്കാം. ബാക്കി നമുക്കുള്ളത് എന്താണ്? ഒരു മൈനസ് ഓൾറെഡി ഇവിടെ ഉണ്ട്. പിന്നെ ഒരു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ വരും. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ വരും. ദറ്റ് ഈസ് മൈനസ് സൈൻ ബൈ കോസ് എന്താ? ടാൻ. സോ മൈനസ് ടാൻ തീറ്റ. അപ്പോൾ നമുക്ക് ഈ പാർട്ടായി dy by dx എന്നുള്ള ഈ പാർട്ടിൻ്റെ ആൻസറായി. ഇനി നമുക്ക് വേണ്ടത് സ്ക്വയർ റൂട്ട് ഓഫ് 1 plus dy by dx ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 1 plus dy by dx the whole square is equal to square root of 1 plus dy by dx is minus tan theta ആണ്. So minus tan theta square, that is square root of 1 plus tan square theta. 1 plus tan square theta എന്ന് പറഞ്ഞാൽ എന്ത് വരും? നമുക്ക് ഫോർമുല ഉണ്ടല്ലോ, നമ്മൾ പണ്ട് പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. 1 plus tan square theta is square root of 6 square theta വരും. 6 square theta റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും? 6 theta. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. dy by dx കണ്ടുപിടിക്കുക, പിന്നെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 10. 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു തീറ്റ മൈനസ് സൈൻ തീറ്റ ആൻഡ് വൈ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ,
then find dy by dx. Find dy by dx. dy by dx. ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമ്മുടെ മെത്തേഡ് എല്ലാം സെയിം തന്നെയാണ്. നമ്മൾ ആദ്യം dx by dθ കണ്ടുപിടിക്കാം. dx by dθ ഈസ് ഈക്വൽ ടു a ഇൻറ്റു ഇവിടെ വേരിയബിൾ തീറ്റയാണ്, പാരാമീറ്റർ തീറ്റയാണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ കണ്ടുപിടിക്കുന്നത്. a ഇൻറ്റു യെസ് ഡെറിവേറ്റീവ് ഓഫ് തീറ്റ ഈസ് 1 വിത്ത് റെസ്പെക്ട് ടു തീറ്റ ആയതുകൊണ്ട് 1 ആവും. മൈനസ് സൈൻ തീറ്റ ഡെറിവേറ്റീവ് ഈസ് പറഞ്ഞ മക്കളെ cos തീറ്റ. So what is the derivative of y? Similarly we can find derivative of y. dy by d theta is equal to a into derivative 1 is 0 cos theta, derivative is minus sin theta. So നമുക്ക് അവിടെ മൈനസ് എഴുതിയാൽ മതിയാവും. So cos theta derivative minus sin theta. Okay, so it is minus sin theta. So ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താം. മൈനസ് എ സൈൻ തീറ്റ എന്ന് എഴുതാം. ഓക്കെ, ഇത് അതുപോലെ തന്നെ a into 1 minus cos theta. So what is dy by dx? dy by dx is equal to, formula is dy by d theta divided by dx by d theta, right? dy by d theta is minus a sin theta divided by a into 1 minus cos theta, right? A cancel ആയി പോകും. So what is left? Minus sin theta over 1 minus cos theta. ഇത്രയേ ഉള്ളൂ. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇത്രയും കൂടി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. If it is a prove that question, then you have it to simplify further. So for that we can apply the formula of a submultiplying. See, we know sin theta is equal to sin theta by submultiplying in the formula വെച്ച് sin theta നെ നമുക്ക് 2 sin theta by 2 cos theta by 2 എന്ന് എഴുതാം. Right? Sin theta derivative is 2 sin theta by 2 cos theta by 2 divided by 1 minus cos theta. What is 1 minus cos theta? 1 minus cos theta നമ്മൾ പലവട്ടം ചെയ്തിട്ടുണ്ട്. That is 2 sin square theta by 2. Submultiplying ന്റെ ഫോർമുലയാണ്. If you want, you can note the reason, because sin theta is equal to 2 sin theta by 2 into cos theta by 2. 2 sin theta by 2 into cos theta by 2 and 1 minus cos theta is 2 sin square theta by 2. അതാണ് അതിൻ്റെ റീസൺ. ഇതുപോലെ 1 plus cos theta ആണെങ്കിൽ 2 cos square theta by 2. ഓക്കെ, 2 ക്യാൻസൽ ആയി പോവും. ഒരു sin theta by 2 ക്യാൻസൽ ആയി പോവും. So what is left? Minus is already there. Minus cos theta by 2 divided by sin theta by 2. As we know, cos by sin is cot. We can replace it by minus cot theta by 2. Right? Okay, so that's answer. Minus cot theta by 2. Okay, got it? Okay, then let us move to the next problem. Yes, next question is question number 11. If x is equal to a into cos theta plus sin theta sin theta, theta sin theta, and y is equal to a into sin theta minus theta times cos theta, then find dy by dx. That is our question. dy by dx. Okay, but the method is the same. Okay, let's move on to the differentiation. So dx over d theta is equal to a times derivative of cos theta with respect to theta, that we know, that is equal to minus sin theta plus. Look students, here we have to be more careful because it is the product of two functions, theta into sin theta. So theta is a function, sin theta is another function, so we need to differentiate it by using product rule. What is product rule? First function theta into derivative sin, that is cos, and plus product rule plus. So plus conversely sin theta into derivative of theta with respect to theta, that's 1. Okay, let us say open the bracket. So a into minus sin theta plus theta cos theta plus sin theta. Yeah, minus sin theta plus sin theta get cancelled. What is left there? So a times theta cos theta
This is dx by d theta. Okay. Now similarly we can differentiate y also. So y dy by d theta is equal to a times sin theta, derivative is cos theta. Now my dear students, here we have to apply product rule because theta is a function, cos theta is another function, the product of two functions, so we need to apply product rule. So first theta into, let us use a bracket there, so theta times theta first into derivative of cos theta derivative is minus sin theta plus cos theta into derivative of theta with respect to theta, that is 1. Open the bracket, a cos theta minus minus plus, so theta sin theta minus into plus minus cos theta, right? Cos theta minus cos theta get cancelled, so a times theta sin theta this is dy by d theta, right? So we have to find dy by dx. In order to find dy by dx, we have to apply the formula dy by d theta divided by dx by d theta. dy by d theta is a theta sin theta divided by a theta cos theta. A and theta get cancelled, giving back sin theta by cos theta, and sin by cos. What is sin by cos? Oh, that we know, it's equal to tan theta, right? So that's the answer. So it's an important question. So please be careful by doing this problem because here we have to apply a product rule for differentiation, and here also we have to apply product rule. That's the only thing that you have to remember in this particular problem. Okay, unless otherwise it is a very simple problem. So you can note the problem and you can specify this step. Okay, this step should be noted, theta sin theta, this theta cos theta. Here we have applied, we are applying the product rule there here also. So that's the only step that you have to remember in this. Otherwise it is a simple question. So I think you have got the problem very well. Okay, now let's move to the next question. Question number 12. Yes, here is your 12th question. If x is equal to square root of a raised to sin inverse t and y is equal to square root of a raised to cos inverse t, then prove that dy by dx is equal to minus y over x. That's our question. Okay, but the method is the same. Okay, let us move. So first find dx by d theta. What is dx by d theta? No, it's here the variable is t, not theta. So be vigilant. So in order to differentiate this, we have to differentiate x with respect to t. So dx by dt. Yes, here we have to apply a chain rule because it is a chain of so many functions. So what is square root of? So first of all, we have to apply the derivative of square root of x. What is derivative of root? Yeah, it is 1 by 2 times square root of, what is the term inside the bracket? You have to keep that as it is. So a raised to sin inverse t. Sin inverse t. Okay? Times. This is chain rule. So square root of derivative is 1 by 2 times square root of that. Okay, now the derivative of a raised to. Now what is the derivative of a raised to something? We know a raised to x. Derivative is, yeah, tell me. Yeah, a raised to x into, yes, a raised to x into log a. So a raised to sin inverse t into log a. Okay. So 1 by derivative of root 1 by 2 into root of, then derivative of a raised to something, that is a raised to something into log a, into derivative of that something, that is sin inverse t. What is the derivative of sin inverse t? 1 by square root of 1 minus t square, right? Okay. Okay, now we can find dy by dt. Similarly, dy by dt. In a similar fashion, first of all, derivative of root. What is derivative of square root? Yeah, 1 by 2 times square root of a raised to cos inverse t times. Then
Now the derivative of a raised to, derivative is a raised to cos inverse t into log a. Okay. Now into derivative of cos inverse, it's minus 1 over root of 1 minus t square. Okay. Okay. And now we have to find dy by dx. Okay. So dy by dx. Before that, we can simplify a little bit here. See, look, here is the term of root of a raised to sin inverse t. Here we have a raised to sin inverse t. In the numerator we have a raised to, and the denominator we have the root of that thing. So we can cancel that, giving back 1 by 2 is already there. Root of 1 minus t square, that can also be written here, because that term is also in the denominator, root of 1 minus t square. And this now log a is also there in the numerator. See, so log a is there, root of 1 minus t square is here, 2 is here. Now the only left terms are these two terms, right? Yeah, it is sin inverse t. So t can also be included in the, okay, mark. See, look here. Here we have a raised to sin inverse t. Here we have the root of a raised to sin inverse t. Just like root x by x. No, or x by root x. X over root x. On simplification, you will get it as root x. Right? Yeah. In a similar fashion, here we have a square root of square root of a raised to sin inverse t. ഇവിടെ നമ്മൾ x by root x നമ്മൾ എഴുതിയില്ലേ, x by root x ഫോർമുല വരുവാണെങ്കിൽ x നെ root x into root x എന്ന് എഴുതാം, എന്നിട്ട് ഈ root x കട്ടായി പോകും. അതുപോലെ തന്നെയാണ് ഇവിടെയും ഈ root of a raised to sin inverse t യും ഇവിടെ ഒരു a raised to sin inverse t യും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ root of a raised to sin inverse t into root of a raised to sin inverse t എന്ന് എഴുതിയാൽ ഒരു root of a raised to sin inverse t cancel ആയി. Yeah, okay. Now we can move to the next one, dy by dt. Here also we can apply the same process. Here log a is there, minus is also there. That is the thing we have to remember. Minus log a here divided by 2 times root of 1 minus t square, as in the previous case. So 2 is here, root of 1 minus t square is there. Now the terms left there are these two terms, a raised to cos inverse t, square root of a raised to cos inverse t. On simplification, you will get in the numerator you will get a raised to cos, square root of a raised to cos inverse t. Right? മക്കളെ മനസ്സിലായി കാണുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ അതിലേക്കൊന്ന് പോകാം. ഈ ഒരു സ്റ്റെപ്പിലേക്ക് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മളിവിടെ 1 ബൈ റൂട്ടിൻ്റെ എടുത്തു, 1 by 2 into root of a raised to sin inverse t, റൂട്ടിൻ്റെ കഴിഞ്ഞു. ഇനി a raised to ൻ്റെ a raised to into log a എന്ന് വരും, അത് കഴിഞ്ഞു. ഇത് t ആണ്, പ്ലസ് ആയിട്ട് തെറ്റിദ്ധരിക്കില്ല. ഓക്കെ, ഇൻറ്റു ടി. ഇനി log a, ഇനി then comes a raised to ൻ്റെ കഴിഞ്ഞു. ഇനി sin inverse-ൻ്റെ ആണ്, sin inverse-ൻ്റെ 1 by root of 1 minus t square. അതുപോലെ തന്നെ dy by dt കിട്ടും. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ ഒരു 2 ഉണ്ട്, 1 minus root of 1 minus t square ഉണ്ട്, അത് ഒരുമിച്ച് എഴുതി. പിന്നെ log a ഉണ്ട്, അതിവിടെ എഴുതി. പിന്നെ ഇത് തമ്മിലൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് a raised to sin inverse t എന്നുള്ളത് മേളിൽ കിട്ടും. Okay, now we have to find dy by dx. Okay, now we can find dy by dx. Dy by dx is nothing but dy by dt by dy by dx is equal to dy by dt divided by, yes, tell me, dx by dt, right? Okay, now we can just substitute the values there. That is in the numerator we have here is dy by dt, so minus log a times root of a raised to cos inverse t divided by 2 times root of 1 minus t square divided by dx. Here it is the dx by dt is log a into square root of a raised to sin inverse t divided by 2 times root of 1 minus t square. 2 times root of 1 minus t square. Okay. Here, okay, we can use another method. Okay, 2 into root of 1 minus 2 square get cancelled. 2 also. Log a get cancelled.
So what is left? That is equal to, in the numerator we have a minus root of a raised to cos inverse t. In the denominator we have square root of a raised to sin inverse t. But we have to prove that, what we want to prove, it as, see, we want to prove it as dy by dx is equal to minus y over x. And what, look at the numerator, a raised to cos inverse t. Look here, y is equal to root of a raised to cos inverse t. So we can replace that by minus of, that value can be replaced as minus y, isn't it? Because a raised to root of square root of a raised to cos inverse t is nothing but y. Similarly, root of a raised to sin inverse t is nothing but x. So dy by dx is equal to minus y over x. That we want to prove. Okay, got it? Okay, so that's a simple question, but we have to be more careful by doing the differentiation because of some cancellation is there. Okay, and not only because of that cancellation, but also there is some properties of chain rule that also be more, you have to be more vigilant. Okay, the chain rule നമ്മൾ പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിനു മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള ചെയിൻ റൂൾ ഉണ്ട്. ചെയിൻ റൂൾ നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ നമുക്കൊന്നും പ്രശ്നമില്ല. അപ്പോൾ ചെയിൻ റൂൾ നന്നായിട്ട് പഠിക്കുക, ചെയിൻ റൂളിൻ്റെ ക്ലാസ്സുകൾ വീണ്ടും കാണുക. അപ്പോൾ നമ്മളതിനകത്ത് പല വെറൈറ്റീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ മിസ്സാകാതെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ആ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുക. അതിനുവേണ്ടി നിങ്ങൾക്ക് ക്ലാസ്സുകൾ മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ഞെക്കി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ്, നിങ്ങളുടെ ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻസ്, പുതിയ ക്ലാസ്സുകളിലെല്ലാം നോട്ടിഫിക്കേഷൻസ് കിട്ടും. അത്തരത്തിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളൊന്നും മിസ്സാകാതെ ആ ഓർഡറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 13ലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 13. Yes, here is our 13th question. X is equal to a into cos t plus log tan t by 2 and y is equal to a sin t. Then prove that, this is a prove that question, then prove that dy by dx is equal to tan t. So this is the question. My dear students, this is the very important question. This is not only for the school examination point of view, but also for the entrance examination point of view. This is the previous year school examination question as well as a previous entrance question. So this is a very, but at the same time it's a very simple question also. Okay, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. പക്ഷേ ഇത്തിരി ട്രിഗ്നോമെട്രിയുടെ സിംപ്ലിഫിക്കേഷൻസ് ഉണ്ട്. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി in order to get the correct answer. But that means we have to prove that this is equal to dy by dx is equal to tan t. So prove that question ആയതുകൊണ്ട് നമ്മളത് സ്റ്റെപ്പുകൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ആ രീതിയിലേക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കും. ഓക്കെ, എനിവേ ലെറ്റ് us move. So dx by d, here the variable is t. So dx by dt a times derivative of cos t, that we know, minus sin t, plus log, derivative of log, we have to, here we have to apply chain rule. Log derivative is 1 by tan t by 2 into, now log ന്റെ ഡെറിവേറ്റീവ് കഴിഞ്ഞു, ഇനി ടാൻ്റെ ഡെറിവേറ്റീവ് ആണ്. ടാൻ്റെ ഡെറിവേറ്റീവ് എന്താ? sec square t by 2. ഓക്കെ, ടാൻ്റെ കഴിഞ്ഞു. ഇനി t by 2ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 by 2 വിത്ത് റെസ്പെക്ട് ടു t അല്ലേ? അപ്പോൾ t by 2ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 1 by 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് t ഈസ് 1. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു, you can simplify it a little bit. So minus sin t plus ഈ 2 നമുക്ക് ആദ്യം എഴുതിയേക്കാം 1 by 2 ഇൻറ്റു sec square t by 2നെ നമുക്ക് 1 by cos square t by 2 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ tan t by 2നെ ഇതെങ്ങനെ tan t by 2നെ sin t by 2 ഡിവൈഡഡ് ബൈ cos t by 2 എന്ന് എഴുതാം. ഓക്കെ, that means cos t by 2 നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം കട്ടാക്കിക്കോ. മിച്ചം എന്ത് വരും? a ഇൻറ്റു മൈനസ് sin t
പ്ലസ് 1/2 ഇൻറ്റു ഇത് നമുക്കറിയാമല്ലോ, ഇത് രണ്ടും ക്യാൻസലായി പോയാൽ ബാക്കി വരുന്ന 2 ടേം ഡിനോമിനേറ്ററിൽ കിടക്കണേ. അല്ലെങ്കിൽ നമ്മൾ മറച്ചിട്ട് ഗുണിച്ചാൽ മതി. റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുമ്പോൾ cos t മുകളിൽ പോകും, ഈ sin t/2 താഴെ വരും. പിന്നെ നമുക്ക് മിച്ചം വരുന്നത് ഇവിടെ ഒരു cos t/2 ഉണ്ട്, ഉണ്ട്, അത് ഡിനോമിനേറ്ററിലാണ് വരുന്നത്. sin t/2 ഉണ്ട്, അത് ഡിനോമിനേറ്ററിലാണ് വരുന്നത്. ഓക്കെ മനസ്സിലായി കാണുമല്ലോ. യെസ്. ഓക്കെ, ഇത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ടാക്സ് ഈക്വൽ ടു എ ഇൻറ്റു മൈനസ് സൈൻ ടി പ്ലസ് ഇത് നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യാം. നമുക്ക് പരിചിതമായ ഒരു ഫോർമുല ആണല്ലോ, ആ രീതിയിലേക്ക് നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി എഴുതാം. cos t/2 ഇങ്ങനെ എഴുതാനുള്ള കാരണം നമുക്ക് ഈ ഫോർമുല നമുക്ക് നല്ല പരിചിതമായ ഫോർമുലയാണല്ലോ. 2 sin t/2 cos t/2 അത് നമുക്കറിയാം. എന്താ ഫോർമുല? പറഞ്ഞോളൂ, എന്താ ഫോർമുല? യെസ്, കിട്ടിയ. യെസ്, ഇറ്റ് ഈസ് sin 2 തീറ്റയുടെ ഫോർമുലയാണ്. അപ്പോൾ ഇവിടെ sin 2 സബ് മൾട്ടിപ്പിൾ ആംഗിൾ ആയതുകൊണ്ട് sin 2 ടൈംസ് t/2 എന്ന് വരും. ദറ്റ് ഈസ് sin t എന്ന് വരും അല്ലേ? ബിക്കോസ് നമുക്കറിയാമല്ലോ sin tയുടെ ഫോർമുല sin 2 തീറ്റയുടെ ഫോർമുല 2 sin തീറ്റ cos തീറ്റയാണ്. അപ്പോൾ നമുക്ക് sin തീറ്റയുടെ ഫോർമുല സബ് മൾട്ടിപ്പിൾ ആംഗിളിൻ്റെ മൾട്ടിപ്പിൾ ആംഗിളിൻ്റെ ഫോർമുല വരുമ്പോൾ 2 sin θ/2 ഡിവൈഡഡ് ബൈ ഇൻറ്റു cos θ/2 നോട്ട് ഡിവൈഡഡ് ബൈ ഇൻറ്റു cos θ. ആ ഫോർമുലയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തേക്കണേ. സോ ദറ്റ് ഈസ് ഈക്വൽ ടു sin. ഓക്കെ, നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് ഇങ്ങോട്ട് പോരും. സോ ഇറ്റ് ഈസ് മൈനസ് സൈൻ സ്ക്വയർ ടി അല്ലേ? sin t ഇൻറ്റു sin t sin സ്ക്വയർ പ്ലസ് 1 ഓൾ ഡിവൈഡഡ് ബൈ sin t. ഓക്കെ, ഇത് നമുക്കറിയാമല്ലോ. ദിറ്റ് ഈസ് എ ഇൻറ്റു തിരിച്ചെഴുതാം. 1 മൈനസ് ഈ 1 പ്ലസ് ആയതുകൊണ്ട് ആദ്യം എഴുതി, മറ്റേത് രണ്ടാമത് എഴുതി ബൈ sin t. ഇതെന്താ മക്കളെ? എ ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? cos സ്ക്വയർ. സോ cos സ്ക്വയർ ടി ഡിവൈഡഡ് ബൈ sin t. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത് dx ബൈ dt. ഓക്കെ, dx ബൈ dt. ഇനി നമുക്ക് y ഒന്ന് നോക്കിയേക്കാം. y ഇവിടെ കിടപ്പുണ്ട്. y ഈസ് ഈക്വൽ ടു a sin t എന്നാണ്. അത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് നേരെ ഇവിടെ അങ്ങ് എഴുതാം. dy സിമ്പിൾ ആണ്. dy ബൈ dt ഈസ് ഈക്വൽ ടു a ഇൻറ്റു sin t ഡെറിവേറ്റീവ് ഈസ് cos t. അപ്പോൾ dy ബൈ dt ഒന്ന് ഓർമ്മ വെച്ചോളൂ. നമ്മൾ അതിൻ്റെ താഴെ സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. ഇത് dy ബൈ dt ഈസ് a cos t. dy by dt is a cos t. Here we have dx by dt. Yes. And now we can write dy by dx. dy by dx is equal to formula dy by dt divided by dx by dt. dx by dt formula മാറ്റമില്ല, അതങ്ങനെ തന്നെ നമുക്ക് പരിചിതമാണല്ലോ. dy by dt എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, a ഇൻറ്റു cos t എന്നാണ്. ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്കുണ്ട്, അത് നമുക്ക് ഇങ്ങനെ എഴുതാം. ദറ്റ് ഈസ് dx by dt ഇതാണ്. സോ a ഇൻറ്റു cos സ്ക്വയർ t ഡിവൈഡഡ് ബൈ sin t എന്നാണ്. a കട്ടായി പോകും. ഇത് ഒരു കോസ് കട്ടാക്കി കളയാം. അപ്പോൾ ഈ സൈൻ മേളിൽ ചെല്ലും അല്ലേ? അപ്പോൾ sin t ബൈ ഒരു cos t ഇവിടെ കിടപ്പുണ്ട്, cos t. ഇനി മനസ്സിലാകാത്തവർക്ക് വേണമെങ്കിൽ അതൊന്നും കൂടെ ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്തേക്കാം. ഒരെണ്ണം കട്ടായി പോകുമെന്ന് പറഞ്ഞല്ലോ, ആ സ്റ്റെപ്പ് ഒന്ന് അൺഡു ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ അങ്ങ് ചെയ്തേക്കാം. ഇനിയിപ്പം അങ്ങനെ ഒരു സംശയം ആർക്കെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഈ സ്റ്റെപ്പിലാണ്. a കട്ടാക്കി കളയാം, അത് കുഴപ്പമില്ല. ഇനി ഈ cos t ഇൻറ്റു ഇത് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ sin t ബൈ cos t, cos സ്ക്വയർ t. ഒരു cos t കട്ട് ചെയ്തേ, ബാക്കി എന്ത് വരും? sin t ബൈ cos t എന്ന് വരും. ഇത് is tan t. ഓക്കെ, ഇതെല്ലാവരും നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നേ tan t അല്ലേ? പ്രൂവ് ദാറ്റ് dy by dx is equal to
നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നല്ലോ. പ്രൂവ് ദാറ്റ് dy by dx is equal to tan d. യെസ്, dy by dx is equal to tan d ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് അവിടെ തന്നെയാണ്. dy by dx is equal to tan d. കണ്ടോ? അപ്പോൾ ഈ ക്വസ്റ്റിന് ഈ നമ്മൾ എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന സമയത്താണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. അവിടെയാണ് കുറേയധികം സിംപ്ലിഫിക്കേഷൻസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇവിടെ ട്രിഗ്നോമെട്രിക് സിംപ്ലിഫിക്കേഷനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ആ ട്രിഗ്നോമെട്രിയുടെ ഫോർമുലകൾ നമുക്ക് ഏത് തരത്തിൽ യൂസ് ചെയ്യാൻ നമ്മൾ പഠിച്ചാൽ പിന്നെ ഈ ഡിഫറൻസിയേഷൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട്സും 3 റൂൾസും, പ്രൊഡക്റ്റ് റൂൾ, ക്വസ്റ്റ്യൻ റൂൾ, ചെയിൻ റൂൾ, ഈ റൂളും ഉണ്ട് എങ്കിൽ നമുക്ക് ഡിഫറൻസിയേഷനെ വളരെ സിമ്പിളായിട്ട് ഡീൽ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് അത്തരത്തിലൊന്ന് ആക്കിയെടുക്കാൻ വേണ്ടി നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് മോർ ആൻഡ് മോർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 14. ഇതാണ് നമ്മുടെ 14ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു ടി പ്ലസ് 1/t ആൻഡ് വൈ ഈസ് ഈക്വൽ ടു ടി മൈനസ് 1/t ദെൻ ഫൈൻഡ് dy by dx. ഓക്കെ, മെത്തേഡ് സെയിം ആണ്. dx by dt നമുക്ക് കണ്ടുപിടിക്കാം. ഇറ്റ്സ് ഈക്വൽ ടു, ഇവിടെ വേരിയബിൾ t ആണല്ലോ, ഡെറിവേറ്റീവ് ഓഫ് t വിത്ത് റെസ്പെക്ട് ടു t ദാറ്റ് ഈസ് 1 പ്ലസ് 1/t ഡെറിവേറ്റീവ് ഈസ് മൈനസ് 1/t². റൈറ്റ്? ഓക്കെ, ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തേക്കാം. ഇപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് t വിത്ത് റെസ്പെക്ട് ടു t ഈസ് 1. ഇത് ഡെറിവേറ്റീവ് ഓഫ് 1/t ദാറ്റ് ഈസ് മൈനസ് 1/t². ഒന്ന് ക്രോസ് ചെയ്യാം. t² minus 1/t². Okay, this is dx by dt. Now y. So derivative of y, dy by dt. Derivative of t with respect to t is 1 minus 1/t derivative is minus 1/t². അപ്പോൾ ഒരു മൈനസും കൂടെ വരും, മൈനസ് 1/t². ഇത് നമുക്കൊന്ന് ക്രോസ് ചെയ്യാം. t² plus 1/t². ഓക്കെ, ഇനി dy by dx കണ്ടുപിടിക്കാമല്ലോ. സോ dy by dx is equal to dy divided by dt divided by dx by dt. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. dy by dt എന്ത് വരും? അത് നമുക്ക് വേണമെങ്കിൽ വേണ്ട, t² plus 1/t² divided by t² minus 1/t². t² ക്യാൻസൽ ആയി പോകും. t² plus 1/t² minus 1. Right? Okay. So that's a simple question. Okay. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. Then before we conclude, we have one more problem. That is question number 15. ഇതാണ് 15th question. If x is equal to cos theta minus cos 2 theta, y is equal to sin theta minus sin 2 theta, then find dy by dx. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ മെത്തേഡ് എല്ലാം സെയിം തന്നെയാണ്. നമുക്ക് dx by d theta കണ്ടുപിടിക്കാം. dx by d theta. cos theta ഡെറിവേറ്റീവ് ഈസ് മൈനസ് sin theta minus cos 2 theta. So cosന്റെ ഡെറിവേറ്റീവ് minus sin. So it is minus sin 2 theta into derivative of 2 theta. That is 2. Okay. മനസ്സിലായല്ലോ മക്കളെ? കോസിൻ്റെ ചെയിൻ റൂൾ അപ്ലൈ ആണ് ഇവിടെ. കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ 2 തീറ്റ ഡെറിവേറ്റീവ് 2. ഇത് മൈനസ് മൈനസ് കൊണ്ട് പ്ലസ് ആവും. നമുക്ക് ആദ്യം എഴുതാം 2 sin 2 തീറ്റ മൈനസ് സൈൻ തീറ്റ. ഇതുപോലെ ഇനി നമുക്ക് dy by d തീറ്റ കണ്ടുപിടിക്കാം. dy by d തീറ്റ sin തീറ്റ ഡെറിവേറ്റീവ് ഈസ് cos തീറ്റ മൈനസ് sin 2 തീറ്റ. സോ cos 2 തീറ്റ ഇൻറ്റു 2. അത് നമുക്കൊന്ന് അങ്ങോട്ട് സിംപ്ലിഫൈ ചെയ്താം. cos തീറ്റ മൈനസ് 2 cos 2 തീറ്റ. ഓക്കെ, സോ dy by dx. So formula is dy by dy by d theta divided by dx by d theta. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ വാല്യൂസ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. സോ cos തീറ്റ മൈനസ് 2 cos 2 തീറ്റ ഡിവൈഡഡ് ബൈ sin 2 cos 2 തീറ്റ 2 sin 2 തീറ്റ 2 sin 2 തീറ്റ മൈനസ് sin തീറ്റ. ഇത് ഇനിയിപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്താലും കൂടുതൽ സിംപ്ലിഫിക്കേഷൻസ് ഒന്നും വലിയ കാര്യമായിട്ട് ചെയ്യാൻ പറ്റില്ല.
അതുകൊണ്ട് നമുക്ക് ഇവിടെ വരെ ചെയ്താൽ മതിയാവും. ഇവിടെ കൊണ്ട് നമുക്ക് ഈ പ്രോബ്ലം നിർത്താവുന്നതാണ്. അത്രയേ ഉള്ളൂ. കാരണം ഇനി കോസ് ടു തീറ്റയുടെ ഫോർമുലയൊക്കെ അപ്ലൈ ചെയ്യാം, ഇവിടെ സൈൻ ടു തീറ്റയുടെ ഫോർമുലയെ അപ്ലൈ ചെയ്യാം. പക്ഷെ അതുകൊണ്ട് നമുക്ക് വലിയ കാര്യമായ സിംപ്ലിഫിക്കേഷൻസ് ഒന്നും ഇവിടെ നിന്ന് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ചെയിൻ റൂളും പിന്നെ നമ്മുടെ ട്രിഗ്നോമെട്രി പിന്നെ നമ്മുടെ ഇതുപോലുള്ള കാര്യങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ് നമ്മളിതിനകത്ത് വരുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ സാധനം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണല്ലോ. അപ്പോൾ നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് മേക്സ് പെർഫെക്ഷൻ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ കൂടുതൽ ക്വസ്റ്റ്യൻസുമായി മറ്റൊരു ഏരിയയുമായി നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ക്ലാസ്സുകൾ വീണ്ടും കണ്ട് പ്രാക്ടീസ് ചെയ്യുക, ബുക്കിൽ എഴുതി പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യാം. ക്ലാസ്സുകൾ മിസ്സാകാതെ കാണാൻ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. ക്ലാസ്സുകൾ മിസ്സാക്കൽ ഒരു കാരണവശാലും, കാരണം മിസ്സായി കഴിഞ്ഞാൽ കണ്ടിന്യൂവേഷൻ പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ, അടുത്ത ദിവസം നമുക്ക് വീണ്ടും കൂടുതൽ പ്രോബ്ലംസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ടിൽ ദെൻ ഗുഡ് ബൈ.